രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന അതിഭീകരമായ സാമ്പത്തിക അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുക്കിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിൽ സംസ്ഥാനത്തെ ചില ഉന്നത നേതാക്കളും അവരുടെ അടുപ്പക്കാരും ചേർന്ന് സങ്കല്പങ്ങൾക്ക് പോലും അപ്പുറത്തുള്ള വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ നെഞ്ചേറ്റുന്ന താമരക്കൊടിയിൽ തുടങ്ങി പ്രചരണത്തിനായി കോടികൾ നൽകി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലും കാറുകളിലും വരെ വ്യാപകമായി കൃത്രിമം കാണിച്ച് ഈ നേതാക്കൾ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ബി.ജെ.പിയിൽ കുറഞ്ഞത് 5 കോടി രൂപയെങ്കിലും അഴിമതി മൊത്തത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളെല്ലാം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ പാർട്ടി ഭാരവാഹിത്വവും വെറും പണം ഉണ്ടാക്കാനുള്ള മാർഗമായി ചില നേതാക്കൾ മാറ്റിയോ എന്നുള്ള കടുത്ത സംശയമാണ് പൊതുസമൂഹത്തിലും അണികൾക്കിടയിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഫണ്ട് വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ കനലായി പുകയുന്നതിനിടയിലാണ് അണികളെയും പൊതുജനങ്ങളെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് കോടികളുടെ പണച്ചാക്കുമായി നിൽക്കുന്ന ഒരു ബി.ജെ.പി. സോഷ്യൽ മീഡിയ ഭാരവാഹിയുടെ സെൽഫി ചിത്രം പുറത്തു വരുന്നതും. ബി.ജെ.പി. സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സോഷ്യൽ മീഡിയ ടീമിലെ പ്രമുഖനായ പാറശാല സ്വദേശി സിദ്ധാർത്ഥിന്റെ ചിത്രമാണിത്. ഒരു വലിയ ട്രാവൽ ബാഗ് നിറയെ 500 നോട്ടുകെട്ടുകൾ കട്ടിലിൽ തുറന്നു വെച്ച് അതിനു മുന്നിലിരുന്നാണ് ഇയാൾ സെൽഫി പകർത്തിയത്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഈ ചിത്രം ഇയാൾ സ്വന്തം വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബി.ജെ.പിക്കുള്ളിൽ വലിയ പരിഭ്രാന്തി പരക്കുകയുണ്ടായി. കോട്ടയം സ്വദേശിയായ ഒരു പ്രമുഖ സംസ്ഥാന നേതാവ് ഉടൻ തന്നെ ഈ വിഷയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കടുത്ത നിർദ്ദേശത്തെ തുടർന്ന് മിനിറ്റുകൾക്കകം സിദ്ധാർത്ഥ് ഫോണിൽ നിന്നും ഈ സ്റ്റാറ്റസ് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ശത്രുക്കൾ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ കൈക്കലാക്കി മാധ്യമങ്ങൾക്കും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾക്കും ചോർത്തി നൽകുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പ്രത്യേക സൈബർ അറ്റാക്ക് ടീമിന്റെ തന്ത്രപ്രധാനമായ ചുമതലയായിരുന്നു തിരുവനന്തപുരത്തെ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ ഇയാൾക്കുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ PR വർക്കുകൾക്കായി ബി.ജെ.പി. ഒഴുക്കിയ കോടിക്കണക്കിന് രൂപയുടെ വിഹിതമാണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന VIP നിരയിൽ പോലും ഈ സൈബർ നേതാവ് ഇടം പിടിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇയാൾ സ്വന്തം പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നുവെങ്കിലും വിവാദമായതോടെ അതെല്ലാം നീക്കം ചെയ്തു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഈ വ്യക്തിയെ തങ്ങൾക്ക് അറിയില്ലെന്നും പാർട്ടിയുടെ സൈബർ വിങ്ങിൽ ഔദ്യോഗികമായി ഇങ്ങനെയൊരു ഭാരവാഹി ഇല്ലെന്നുമാണ് ബി.ജെ.പി. ഔദ്യോഗികമായി നയിക്കുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിശദീകരണം. എന്നാൽ ഒരു സാധാരണ പ്രവർത്തകന് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത അതീവ സുരക്ഷയുള്ള വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഇയാൾക്ക് എങ്ങനെ പാസ് ലഭിച്ചു എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സൈബർ റൂമിൽ ഇയാൾക്ക് തമ്പടിക്കാൻ അനുവാദം നൽകിയത് ആര് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായി ഉയരുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് തലങ്ങളിൽ വിതരണം ചെയ്യേണ്ട കൃത്യമായ ഫണ്ട് പോലും നൽകാതെ സംസ്ഥാന നേതാക്കളും അവരുടെ അടുപ്പക്കാരും ചേർന്ന് മുക്കിയെന്ന ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം. എന്നാൽ ഈ പണച്ചാക്ക് വിവാദം ബി.ജെ.പി. നടക്കുന്ന വലിയ കൊള്ളകളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണെന്നാണ് ആരോപണം ഉണ്ടാകുന്നത്. അതിലും വലിയ വെട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് കൊടികളുടെ നിർമ്മാണത്തിൽ പോലും അരങ്ങേറിയിരിക്കുന്നത്. സാധാരണയായി ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള കൊടികൾ എത്തിക്കുന്നതാകട്ടെ ദേശീയ നേതൃത്വമാണ്. എന്നാൽ ഇത്തവണ കൊടികളെത്താൻ അല്പമൊന്ന് വൈകി. ഈ അവസരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സുപ്രധാന ചുമതലയിലുണ്ടായിരുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയും കൂട്ടരും ചേർന്ന് അഴിമതിക്കുള്ള കുത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു. 1 കോടി കൊടികൾ അടിയന്തരമായി പ്രിന്റ് ചെയ്യാൻ 3.5 കോടി രൂപയുടെ ഇടപാടാണ് ഇവർ നടത്തിയത്. ഇതിൽ നിന്നുള്ള വലിയ കമ്മീഷൻ തുക പുറത്തു പോകാതിരിക്കാൻ ഒരു മേഖലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും ചേർന്ന് ഒരു തട്ടിക്കൂട്ട് സ്വകാര്യ കമ്പനി രൂപീകരിക്കുകയും പ്രിന്റിംഗ് കരാർ അവർക്ക് തന്നെ മറിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ കഥയിലെ രസമെന്തെന്നാൽ ഇവർ സ്വന്തം നിലയിൽ കൊടികൾ പ്രിന്റ് ചെയ്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ഏർപ്പാടാക്കിയ കേന്ദ്ര നേതൃത്വത്തിന്റെ ഔദ്യോഗിക കൊടികളും ഇവിടെ എത്തിച്ചേർന്നു. കേന്ദ്രം അയച്ച ആ ലക്ഷക്കണക്കിന് കൊടികൾ ഇപ്പോഴും പാർട്ടി ഓഫീസുകളിലെ സെല്ലാറുകളിൽ കെട്ടിക്കിടക്കുന്നു നശിക്കുക കൂടിയാണ്. ഈ കൊടി ഇടപാടിലൂടെ സംസ്ഥാന സെക്രട്ടറിക്കും ഒരു യുവമോർച്ച സംസ്ഥാന നേതാവിനുമായി 54 ലക്ഷം രൂപ കമ്മീഷൻ തുകയായി ലഭിച്ചെന്ന കൃത്യമായ വിവരവും തെളിവുകളുമാണ് ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പണം അടിയന്തരമായി പാർട്ടിയിലേക്ക് തിരിച്ചടയ്ക്കാൻ ട്രഷറർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കൊടി വിവാദത്തിന് പുറമെ ഹെലികോപ്റ്ററിലും കാറുകളിലും വലിയ യാത്രാ വെട്ടിപ്പുകളാണ് ചില നേതാക്കൾ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ പ്രചരണത്തിന് വേണ്ടിയായിരുന്നു ഹെലികോപ്റ്ററുകൾ എത്തിച്ചിരുന്നത്. 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാനാണ് കരാറുണ്ടാക്കി കേന്ദ്ര ഫണ്ടിൽ നിന്നും പണം നൽകിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ആകെ ഉപയോഗിച്ചത് വെറും 42 മണിക്കൂർ മാത്രമായിരുന്നു. ബാക്കി വരും മണിക്കൂറുകൾ വ്യാജമായി കണക്കിൽ കാണിച്ച് ഇതിന്റെ മറവിൽ ലക്ഷങ്ങളാണ് ചില നേതാക്കൾ സ്വന്തം പോക്കറ്റിലാക്കിയത്. ഇതിനു പുറമെയാണ് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി സംസ്ഥാന കാര്യാലയത്തിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത 200 കാറുകളുടെ പേരിലുള്ള തട്ടിപ്പ് നടന്നത്. ഇതിൽ പകുതി കാറുകൾ പോലും ഒരു ദിവസവും പ്രചരണത്തിനായി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. എന്നാൽ
ഈ വണ്ടികളെല്ലാം ഓടിയെന്ന് വരുത്തി തീർക്കാൻ ട്രിപ്പ് ഷീറ്റുകളിൽ വ്യാപകമായി തിരിമറി നടത്തുകയായിരുന്നു. ഈ ഒരൊറ്റ വാഹന വാടക തിരിമറിയിലൂടെ മാത്രം 1 കോടിയോളം രൂപയാണ് BJPയിലെ ചില ഉന്നതർ തട്ടിയെടുത്തത്. ഈ തുകയിൽ പങ്കുചോദിച്ചുള്ള പരാതികളും ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇതിനൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവഴിച്ചതിലും വലിയ അഴിമതി നടന്നതായി മുതിർന്ന നേതാക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. പാർട്ടി ഫണ്ട് അടിച്ചുമാറ്റത്തിന് പുറമെ BJP നേതാവ് MS കുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ ബാങ്കിനെ പറ്റിച്ച് മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ വായ്പയായി കൈപ്പറ്റിയ ഈ സെക്രട്ടറി പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഇത് തിരിച്ചടയ്ക്കാതെ മുക്കുകയായിരുന്നു. സഹകരണ ബാങ്കിലെ ഈ ക്രമക്കേടും തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ തട്ടിപ്പും ഒരുമിച്ച് പുറത്തു വന്നതോടെ പാർട്ടി അണികൾ കടുത്ത അമർഷത്തിലുമാണ്. ചില നേതാക്കളുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയും തെരഞ്ഞെടുപ്പ് കഴിയുന്ന അപ്പാടെ അവർ മറ്റു ചില സ്ഥലങ്ങളിൽ ഭൂമിയടക്കം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതും പാർട്ടിയിൽ കാലങ്ങളായുള്ള പരാതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ ജയിച്ചതുമായ വലിയ രാഷ്ട്രീയ നേട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിന്ന അണികൾക്ക് അവർക്ക് മുന്നിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം സാമ്പത്തിക തിരിമറിയുടെ പേരിൽ നാണം കെട്ടി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJPയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അണികൾക്കും അനുയായികൾക്കും ഒട്ടും സുഖകരമായ കാര്യവുമല്ല. സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കാനും പാർട്ടിയെ അഴിമതിരഹിതമായി മുന്നോട്ട് നയിക്കാനും കേന്ദ്രം നിയോഗിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ കോടികളുടെ ഫണ്ട് വെട്ടിപ്പും പണച്ചാക്ക് വിവാദവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രമക്കേടിൽ പങ്കുള്ള സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്നും അടിയന്തരമായി മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കത്തും പുറത്തു വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത സംസ്ഥാന സെക്രട്ടറിക്കും വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഭാരവാഹിത്വം പൂർണ്ണമായി നഷ്ടമാകും. അഴിമതി നടത്തിയ നേതാക്കൾ ആരാണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പാർട്ടി ട്രഷറർ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഫണ്ട് വെട്ടിപ്പിൽ പങ്കുള്ളവരെ പാർട്ടിയുടെ എല്ലാ പ്രധാന ചുമതലകളിൽ നിന്നും ഒഴിവാക്കുന്ന വിവരം രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗങ്ങളെ നേരിട്ട് അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ തട്ടിപ്പ് നടത്തിയ നേതാക്കളെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് അണികളുടെ ആവശ്യം. അച്ചടക്ക നടപടികൾ പുറത്തുവിടാതെ വരാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടനയിലൂടെ ഈ നേതാക്കളെ ഒഴിവാക്കി വിവാദം തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇതിനിടയിലാണ് 3 നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി എന്ന പേരിൽ അക്ഷരത്തെറ്റുകളുള്ള ഒരു കത്ത് വ്യാജമായി പുറത്തു വന്നതും വലിയ വിവാദമായത്. പ്രഭാരി എന്നതിന് പകരം പ്രാരി എന്നും രാജീവ് ചന്ദ്രശേഖർ എന്നതിന് പകരം രാജു ചന്ദ്രശേഖർ എന്നൊക്കെയാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ ചമച്ച വ്യാജ വാർത്തയാണെന്ന് ആരോപിച്ച് BJP പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുമ്പോൾ യഥാർത്ഥ വാർത്തകളുടെ ശ്രദ്ധ തിരിക്കാൻ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം കൃത്രിമമായി ഉണ്ടാക്കിയ കത്താണിതെന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ BJP വോട്ട് കച്ചവടം നടത്തിയെന്ന ആരോപണമാണ് കേട്ടിരുന്നതെങ്കിൽ ഇതിപ്പോൾ കേന്ദ്രം നൽകിയ പണം സ്വന്തം നേതാക്കൾ അടിച്ചു മാറ്റിയെന്ന നാണം കെട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ പലവിധ അച്ചടക്ക നടപടികളും സാധാരണമാണെന്നും പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്നല്ലെന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ പൊതുസമൂഹം നൽകുന്ന ഫണ്ടും വോട്ടും വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ക്രമക്കേടുകൾ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് എന്നുള്ള വിമർശനവുമായി അണികളും പൊതുജനങ്ങളും രംഗത്ത് വരുന്നുണ്ട്. വോട്ട് പാരാൻ കോടികൾ ഒഴുക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത് നേതാക്കളുടെ ഈ വെട്ടിപ്പ് കാരണമാണെന്ന വിലയിരുത്തൽ കേന്ദ്ര RSS നേതൃത്വങ്ങൾ കടുത്ത അതിർത്തിയിലുമാണ്. ഈ ചിത്രം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേന്ദ്ര നേതൃത്വം ഒഴുക്കിയ കുഴൽപ്പണത്തിൻ്റെ ബാക്കി പത്രമാണെന്ന് ആരോപിച്ച് രാഷ്ട്രീയ എതിരാളികൾ കേന്ദ്ര ഏജൻസികൾ വഴിയുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തും വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനായിരിക്കും കേരള BJP സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.